ഇന്ത്യയുടെ ഏഷ്യൻ സ്വപ്നങ്ങൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തി അമേരിക്കയുടെ തന്ത്രപരമായ മൗനം. തന്ത്രപ്രധാനമായ ചാബഹാർ തുറമുഖത്തെക്കുറിച്ചുള്ള US നിലപാട് ശരിക്കും ഒരു വ്യത്യസ്തമാർന്നത് തന്നെയാണ്. ഇറാനിൽ ഇന്ത്യക്ക് നിയന്ത്രണമുള്ള ഈ തുറമുഖത്തിന്മേൽ പ്രഖ്യാപിച്ച ഉപരോധം പിൻവലിക്കുന്നതിനെക്കുറിച്ച് അമേരിക്ക ഒന്നും മിണ്ടാതിരിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണതയിലേക്ക് നീക്കുകയാണ്. ട്രംപ് ഭരണകൂടം കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ഉപരോധം ഇന്ത്യയുടെ പ്രത്യേക അപേക്ഷ പരിഗണിച്ച് ഇളവ് ചെയ്തിരുന്നു. എന്നാൽ ആ ഇളവിന്റെ കാലാവധി ഏപ്രിൽ 26-ന് അവസാനിച്ചതോടെ ചാബഹാർ വീണ്ടും പ്രതിസന്ധിയിലായി. പോരാത്തതിന് ഇറാനിൽ US നടത്തുന്ന ബോംബിങ്ങും തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങളെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഉപരോധവും ബോംബിങ്ങും ചേർന്ന് ഇന്ത്യക്ക് ഇപ്പോൾ ഇരട്ട പ്രഹരമാണ് നേരിടേണ്ടി വരുന്നതും. ചാബഹാറുമായി ബന്ധപ്പെട്ട എല്ലാ പങ്കാളികളുമായും ചർച്ചകൾ തുടരുകയാണ് എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി രൺധീർ ജയ്സ്വാൾ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചെങ്കിലും US-ന്റെ ഭാഗത്തുനിന്ന് അനുകൂല നിലപാട് വന്നിട്ടില്ല. പാക് മണ്ണ് ഒഴിവാക്കി അഫ്ഗാനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ തുടങ്ങിയ മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ വ്യാപാരത്തിന്റെ രാജപാതയാണ് ചാബഹാർ. നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിലെ നിർണായക കണ്ണിയായ ഇതിനായി ഇന്ത്യ ഇതിനോടകം $12 കോടി മുടക്കിയിരിക്കുന്നത്. ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡിനാണ് തുറമുഖത്തിന്റെ നിയന്ത്രണ ചുമതല. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു സമാധാന ഡീൽ ഉണ്ടായാൽ മാത്രമേ ഈ ഉപരോധങ്ങൾക്ക് അറുതി വരൂ എന്നാണ് വിദഗ്ധരുടെ പക്ഷം. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുൻനിര സൈനിക ഉപദേശകനും ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാനുമായ ജനറൽ ഡാൻ കെയ്ൻ ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള വഴികൾ തേടുന്നതായി റിപ്പോർട്ട്. വ്യോമാക്രമണം കൊണ്ട് മാത്രം ഇറാനെ കീഴ്പ്പെടുത്താനാവില്ലെന്ന് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ സൈനിക നീക്കങ്ങൾ അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുമെന്നും വ്യോമാക്രമണം കൊണ്ട് മാത്രം ട്രംപിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയില്ലെന്നും ഡാൻ കെയ്ൻ സ്വകാര്യ ചർച്ചകളിൽ വ്യക്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന സൂചന. CIA ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫ്, വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, വൈസ് പ്രസിഡന്റ് JD വാൻസ് എന്നിവരുമായി അദ്ദേഹം ആശങ്കകൾ പങ്കുവച്ചു. യുദ്ധം തുടരുന്നത് അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. പേട്രിയറ്റ് മിസൈൽ ശേഖരത്തിന്റെ മൂന്നിൽ രണ്ടും ധാഡ് മിസൈലുകളുടെ പകുതിയും അമേരിക്കയ്ക്ക് നഷ്ടമായി കഴിഞ്ഞുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഒരു മിസൈൽ നിർമ്മിക്കാൻ $40 ലക്ഷം 2 വർഷത്തോളം സമയവും വേണമെന്നതും അമേരിക്കയെ പ്രതിസന്ധിയിലാക്കി മാറ്റുന്നുണ്ട്. US സെൻട്രൽ കമാൻഡും ഇസ്രായേലും കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്തുമ്പോഴും കരസേനയെ ഇറക്കാൻ ട്രംപിന് ഉദ്ദേശമില്ലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. കൂടാതെ ആക്രമണം ശക്തമാക്കിയാൽ ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ ഇറാൻ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് മിഡിൽ ഈസ്റ്റിലെ സഖ്യരാജ്യങ്ങൾ ട്രംപിന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്.